80s 90s കിഡ്സ് നമ്മുടെ കുട്ടികൾ റൂമിനകത്ത് എന്തായിരിക്കും കാണുന്നുള്ള ഫസ്റ്റ് ചിന്ത അവൻ ഫോൺ കാണുന്നുണ്ടാവുമോ, ഇതായിരിക്കും ചിന്തിക്കുക. നമ്മുടെ ആശങ്ക അതാണ്. അവരതൊന്നുമല്ല കാണുന്നത്. അവർ ഗെയിമിങ്ങിനിടയ്ക്കുണ്ടാവും, അവർ ഷോർട്ട് വീഡിയോസ് കാണുന്നുണ്ടാവും, അവർ സ്നാപ്ചാറ്റിലോ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അവരുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ടാവും. എന്താണ് ഇവർ സംസാരിക്കുന്നതെന്ന് കരുതി നമ്മളതൊന്ന് വായിക്കാമെന്ന് കരുതുക, മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അതായത് നമ്മളൊരു ഇമോജി ഉപയോഗിക്കുന്നത്, നമ്മളൊരു ഇമോഷൻ പ്രകടിപ്പിക്കാനുള്ളൊരു ഇമോജി ഉപയോഗിക്കുക, പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല, അവരതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെഡ് ഹാർട്ട് നമ്മളിടുകയാണ്. നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ റെഡ് ഹാർട്ട് ഇട്ടാൽ ഒന്നുകിൽ ഐ ലവ് യു എന്ന് വളരെ മാന്യമായി പറയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അയാളോടുള്ള അഫെക്ഷൻ, സ്നേഹം കാണിക്കാനുള്ളതാണ്. ഈ ഹാർട്ടിന് തന്നെ പല കളറുണ്ട്, പർപ്പിളുണ്ട്, ഗ്രീനുണ്ട്, വൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ വേറെ വേറെ ഇമോഷൻസാണ്. ബ്ലൂ ഹാർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ ഇമോഷനാണ്. അത് വായിക്കുന്നയാൾക്കും മനസ്സിലാവും. ഇനി ഇമോഷൻസിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇമോഷൻസിൻ്റെ കൂട്ടം ഇട്ടത് തന്നെ അവർക്ക് അക്ഷരങ്ങളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് മനസ്സിലാവില്ല, അവർക്കേ മനസ്സിലാവുള്ളൂ. ഇനി അത് മാത്രമല്ല, അതിനൊരു യൂണിവേഴ്സലായിട്ടുള്ള അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ അത് ഐറണിക്കലായിട്ട് ഉപയോഗിക്കും, ചിലപ്പോൾ അത് ഐറണിക്കലായിട്ടായിരിക്കും ഉപയോഗിക്കുക, നമുക്കത് മനസ്സിലാവില്ല. പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കോഡായിരിക്കില്ല മറ്റൊരു ഗ്രൂപ്പിനുണ്ടാവുക. അവർ വേറെ രീതിയിൽ വേറെ കോണ്ടെക്സ്റ്റായിരിക്കും അത് ഉപയോഗിക്കുക. നമുക്കിത് മനസ്സിലാവുകയില്ല. നമ്മൾ ഇത് കുറേ കുത്തും കോമയും കുറേ ഇമോജി ഉണ്ട്, നമ്മളിത് തള്ളിക്കളയും. പക്ഷെ അതല്ല, അവർ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് ചില കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഈ 80s 90s കിഡ്സ് എന്ന പേരൻസിനും ഈ പറയുന്ന ആൽഫ അല്ലെങ്കിൽ ജെൻസി കുട്ടികൾക്കിടയിലോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ പേരൻസും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കോഡ് ഭാഷകൾ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന കോഡ് ഭാഷകൾ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അവരെയും പറ്റിച്ചിട്ടുണ്ട്. എക്സ്കർഷൻ ബുക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്, ഇല്ലേ?